ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ 24 വെള്ളിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ കുടിശ്ശിക പരിധിക്ക് പുറത്ത് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനമാണ്. മലപ്പുറം തൊഴിലാളികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കേണ്ട ക്ഷേമനിധി ബോർഡുകളും അവതാളത്തിൽ. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിൽ ആനുകൂല്യം കിട്ടാൻ മാസങ്ങൾ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളും സംഘടനാ നേതാക്കളും ഓഫീസുകളിൽ എത്തിയാൽ ഉദ്യോഗസ്ഥർ കൈമലർത്തുന്ന അവസ്ഥയാണ്. തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പല ക്ഷേമനിധി ബോർഡുകളിലും പെൻഷനടക്കം അർഹതപ്പെട്ട നിരവധി ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണെന്നാണ് തൊഴിൽ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് ഏറെ പരിതാപകരം. 1.5 വർഷത്തെ പെൻഷൻ കുടിശ്ശികയും കഴിഞ്ഞ 6 മാസത്തെ മറ്റ് ആനുകൂല്യങ്ങളും ഇവിടെ വിതരണം ചെയ്യാനുണ്ട്. നിയമസഭയിലടക്കം നിരവധി തവണ ചർച്ചയായിട്ടും ഇതുവരെ പെൻഷൻ പോലും സർക്കാരിന് കൊടുത്തു തീർക്കാനായിട്ടില്ല. 3.87 ലക്ഷം തൊഴിലാളികളാണ് പെൻഷൻ കുടിശ്ശികയ്ക്കായി കാത്തിരിക്കുന്നത്. 17 മാസത്തെ പെൻഷൻ വകയിൽ 27,200 രൂപയാണ് ഓരോരുത്തർക്കും നൽകാനുള്ളത്. കൂടാതെ മറ്റു ക്ഷേമനിധികളിലും ആനുകൂല്യം വഴിമുട്ടിയ സാഹചര്യമുണ്ട്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അതിവർഷാനുകൂല്യം 2018 മാർച്ച് വരെയും പ്രസവ ധനസഹായം 2023 ജൂലൈ വരെയുമാണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷമുള്ളവ കുടിശ്ശികയായി കിടക്കുകയാണ്. കേരള ഈറ്റ കാട്ടുവള്ളി തഴത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പ്രസവ സഹായ ഇനത്തിൽ 2021 മുതലുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ്. കൂടാതെ 2024 ഓഗസ്റ്റ് മുതൽ ലഭിച്ച വിവാഹ ധനസഹായ അപേക്ഷകളും വിതരണം ചെയ്തിട്ടില്ല. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡിൽ അവശതാ പെൻഷൻ വിഭാഗത്തിൽ 2022 ഒക്ടോബർ മുതൽ കുടിശ്ശികയാണ്. ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2025 ജൂൺ മുതലുള്ള ആനുകൂല്യങ്ങളും കുടിശ്ശികയുണ്ട്. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2025 ജൂൺ മുതൽ വിവിധ ആനുകൂല്യങ്ങളും വിതരണം ചെയ്തിട്ടില്ലെന്ന് തൊഴിൽ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നു. തൊഴിലാളികൾ നിരന്തരമായി പരാതികൾ ഉന്നയിച്ചിട്ടും അർഹമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കായി വർഷങ്ങളായി കാത്തിരിക്കേണ്ട ഗതിയാണുള്ളത്. ബജറ്റ് പ്രഖ്യാപനത്തിൽ ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് കയ്യടി നേടിയതിനു ശേഷം തൊഴിലാളികളെ അവഗണിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ക്ഷേമനിധി അപാകത പരിഹരിച്ച് തൊഴിലാളികളെ ദുരവസ്ഥയിൽ നിന്നും കരകയറ്റിയിട്ടില്ലെങ്കിൽ കൂടുതൽ സമര പരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. വളരെ കൃത്യമായി തന്നെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ റിപ്പോർട്ട്. തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ കുടിശ്ശിക പരിധിക്ക് പുറത്ത് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. ഏതായാലും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ സമരമുഖത്തേക്ക് തന്നെ വളരെ സമഗ്രമായി സമരമുഖത്തേക്ക് ഇറങ്ങാനാണ് തൊഴിലാളി നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് കൂടി ഈ സമയത്ത് ഒരു ട്രേഡ് യൂണിയൻ്റെ രാഷ്ട്രീയ വലിയ ഭാരവാഹി എന്നുള്ള നിലക്ക് ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. പാവപ്പെട്ട തൊഴിലാളികളെ കിട്ടേണ്ട അവകാശാനുകൂല്യങ്ങൾ ലഭിക്കാതെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ദുരവസ്ഥ ഈ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് STU.